8ാം ക്ലാസ്സുകാരിയുമായി ഗോവയിലേക്ക് കടന്നുകളഞ്ഞ 26-കാരനെ പിടികൂടി വർക്കല പോലീസ്. തുമ്പോട് തൊഴുവൻചിറ സ്വദേശി ബിനുവാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടിയുമായി പരിചയത്തിലായത്. ജിബിൻ ജെബി വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. 8ാം ക്ലാസ്സുകാരിയായ ചെറിയ കുട്ടിയാണ് ഗോവയിലേക്ക് കടന്നുകളഞ്ഞ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് എങ്ങനെ? വിവരങ്ങൾ എന്താണ്? മുത്തേത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട 8ാം ക്ലാസ്സുകാരിയുമായാണ് വർക്കല തുമ്പോട് സ്വദേശിയായ 26 വയസ്സുകാരൻ ബിനു ഗോവയിലേക്ക് കടന്നത്. ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. ആദ്യം സൗഹൃദമായിരുന്നു, പിന്നീട് ഈ പ്രതി തന്നെ ഇത് പ്രണയത്തിലേക്ക് വഴിതിരിച്ചിടുകയായിരുന്നു എന്നാണ് വർക്കല പോലീസ് വ്യക്തമാക്കുന്നത്. 18ാം തീയതിയാണ് ഈ പെൺകുട്ടിയുമായി ഇയാൾ വീട്ടിൽ നിന്ന് കടക്കുന്നത്. വർക്കലയിൽ നിന്ന് അവർ ആദ്യം നേരെ തിരുവനന്തപുരത്തേക്ക് എത്തി. അവിടെ നിന്നാണ് മധുരയിലേക്ക് പോയത്. അന്ന് മധുരയിൽ താമസിച്ച ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ പെൺകുട്ടിയുമായി ഇയാൾ ഗോവയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് തിരികെ എറണാകുളത്തേക്ക് എത്തി. എറണാകുളത്ത് നിന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വർക്കല പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ എറണാകുളത്ത് വെച്ച് പിടികൂടിയത്. ഗോവയിലും മധുരയിലും വെച്ച് ഈ 8ാം ക്ലാസ്സുകാരി ഇയാൾ പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് രണ്ടുപേരും മൊഴി നൽകിയിരിക്കുന്നത്. രണ്ടുപേരും വൈദ്യപരിശോധനയ്ക്കും വിധേയരാക്കിയിട്ടുണ്ട്. വർക്കല പോലീസ് ഇവർ സഞ്ചരിച്ച വഴിയെ സഞ്ചരിച്ചാണ് ഈ പ്രതികളെ പിടികൂടിയത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയെ കാണാതായ ദിവസം തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ ഇയാൾ എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് വന്ന കാര്യം അറിയുന്നത്. തുടർന്ന് വർക്കല പോലീസ് തിരുവനന്തപുരത്തേക്ക് എത്തി. അവിടെ നിന്ന് അവർ മധുരയിലേക്ക് പോയി. മധുരയിലേക്ക് പോലീസ് എത്തുന്ന സമയത്താണ് ഇവർ അവിടെ നിന്ന് ഗോവയിലേക്ക് കടന്നത്. തിരികെ ഗോവയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിയ സമയത്താണ് പോലീസ് പിന്തുടർന്ന് നടത്തി ഇയാളെ എറണാകുളത്ത് നിന്ന് പിടികൂടുന്നത്. എന്തായാലും പോക്സോ നിയമപ്രകാരം കേസെടുത്ത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മോത്തി.